നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത ശക്തമായ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ ശക്തമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വരും മണിക്കൂറുകളിൽ കേരളത്തിലെ 3 ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ, പ്രത്യേകിച്ചും വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യ പദ്ധതികളുണ്ട്. പല പഞ്ചായത്തുകളിലും വ്യത്യസ്ത രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ചില മേഖലകളിൽ ഊന്നുവടി വിതരണമാണ്, ചില മേഖലകളിൽ കമ്പിളി പുതപ്പ് വിതരണമുണ്ട്, ചില മേഖലകളിൽ കട്ടിൽ വിതരണമൊക്കെ ആയിട്ടാണ് സ്കീമുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം പദ്ധതികളുടെ എല്ലാം തന്നെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും ഇപ്പോൾ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയം കൂടിയാണ്. എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരം പദ്ധതികളിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായിട്ട് വാങ്ങിയവർക്കെതിരെയുള്ള നിയമ നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങി. നിലവിൽ 10,000-നടുത്ത് വരുന്ന അനർഹരെയാണ് ഇപ്പോൾ ആദ്യഘട്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കണ്ടെത്തിയ ആളുകൾ ഏകദേശം 18% തന്നെ വാർഷിക പലിശ നിരക്കിൽ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. നാളിതുവരെ അവർ വാങ്ങിയ തുക മുഴുവനും ഒറ്റത്തവണയായിട്ട് സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. പ്രധാനമായിട്ടും സർക്കാർ ജോലി ഉണ്ടായിരുന്നവർ, സർവീസ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ, ആദായ നികുതി അടയ്ക്കുന്നവർ, ബിസിനസ് മേഖലയിലുള്ള വ്യക്തികൾ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ് ആദ്യഘട്ടത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പെൻഷൻ അവർക്ക് അപ്രൂവ് ആക്കി കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ 1,600 രൂപ ലഭിക്കുന്നവർക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡിസംബർ മാസം 30-ാം തീയതിക്ക് മുൻപ് തന്നെ രേഖകൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ചെറുകിട നാമമാത്ര കർഷകർക്ക് ആശ്വാസമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാർഷിക മേഖലയ്ക്കുള്ള ഈടുരഹിത വായ്പാ പരിധി 1,60,000 രൂപയിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്തിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന കാർഷിക ചെലവുകളും പണപ്പെരുപ്പവും കണക്കിലെടുത്താണ് വായ്പാ പരിധി ഉയർത്തിയിരിക്കുന്നത്. ഈടില്ലാതെ നൽകുന്ന സുരക്ഷിതമല്ലാത്ത വിഭാഗത്തിൽപ്പെടുന്ന കാർഷിക വായ്പകളുടെ പരിധി 2019-ലാണ് റിസർവ് ബാങ്ക് അവസാനമായിട്ട് പുതുക്കിയത്. അന്ന് 1 ലക്ഷത്തിൽ നിന്ന് 1,60,000 പരിധി കൂട്ടിയത്. ഈ നടപടി ചെറുകിട നാമമാത്ര ഭൂവുടമകളായിട്ടുള്ള 86% കർഷകർക്കും കാര്യമായ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഈ നീക്കം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയും ചെയ്യും. പുതുവർഷ ദിനം മുതൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് കർഷകർക്ക് അനുബന്ധ മേഖലകൾ ഉൾപ്പെടെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഈടിലോ മാർജിൻ ആവശ്യകതകളോ ഇല്ലാതെ തന്നെ വായ്പ ലഭിക്കുന്നതായിരിക്കും. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ശനിയാഴ്ച ഡിസംബർ 14-ാം തീയതി 22-കാരുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് 90 രൂപയുടെയും പവന് 720 രൂപയുടെയും ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 7,140 രൂപയിലും പവന് 57,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.